ഏവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന ആരാധനായ മേയർ ശ്രീ വി രാജേഷ് അവർകൾ, ദിവ്യ ഐസയ്യ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എന്നെ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ സംഘാടകർക്കാണ്. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ബോംബെയിലുള്ള ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് ഒന്ന് വളരെ വളരെ കാര്യമായിട്ട് തന്നെ അവരെ ക്ഷണിച്ചു. രണ്ട്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയിലൂടെ അഭിവൃദ്ധി. ഇത് നബാർഡിൻ്റെ ഫിലോസഫിയുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. എൻ്റെ കർമ്മമണ്ഡലം കൂടുതലും കേരളത്തിന് പുറത്തായതുകൊണ്ടും എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ വളരെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടും ഇതൊരു അവസരമായിട്ട് എടുക്കുന്നു. പക്ഷേ എൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് ആവശ്യമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭാരതം എടുത്താൽ 140 കോടി ജനങ്ങൾ, കേരളത്തിൽ ഏകദേശം 3 കോടിയിലധികമുള്ള ജനങ്ങൾ, ഇവർക്ക് ഇത്ര സൈസുള്ള ഒരു പോപ്പുലേഷൻ, അത് ഒരു ഓർഗനൈസ്ഡ് സെക്ടർ എടുത്താലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർ, ഓർഗനൈസ്ഡ് സെക്ടറിൽ നമ്മൾ ഗവൺമെൻറ് സെക്ടർ ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടർ, ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ടാവും. ഈ സെക്ടേഴ്സിന് ജോബ് കൊടുക്കാനുള്ള പ്രൊപ്പോർഷൻ വളരെ കുറവാണ്. 10% താഴെയുള്ള പോപ്പുലേഷൻ മാത്രമേ ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള 90% ആൾക്കാർക്ക് എങ്ങനെ അഭിവൃദ്ധിപ്പെടാം, അതിലാണ് നമ്മൾ ഈ സെൽഫ് റിലയൻസ് എന്നൊരു ഉദ്ദേശം വരുന്നത്, സ്വയം പര്യാപ്തത. കേരളം പോലൊരു സംസ്ഥാനത്ത് 3 കോടി ജനങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ സാമൂഹികമായിട്ട് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയും സാമ്പത്തിക പുരോഗതിയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ അധികമാണ്. കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓർഗനൈസ്ഡ് സെക്ടറാണ്, അതിൽ തന്നെ ഗവൺമെൻറ് സെക്ടറുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ GDP എടുത്താൽ തന്നെ സർവീസസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ നടത്തുന്നത്, 65% മുകളിൽ. കൃഷി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, ഇത് രണ്ടും എടുത്താൽ 35% താഴെ ഉള്ളൂ. പക്ഷേ കൂടുതലും ജനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സെക്ടറിലോ ഓർഗനൈസ് സെക്ടറിലോ ജോബ് എംപ്ലോയ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിൽ പൊതുവെ കൂടുതലാണെങ്കിലും ചില സെക്ടേഴ്സിൽ വളരെ അധികമായതുകൊണ്ടും ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിലോ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഓരോ ചെറുകിട സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വല്ല ഒരു ദേശത്ത്, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, നമ്മുടെ കൃഷി എടുത്താൽ ഫ്രാഗ്മെൻറ്റേഷൻ, എല്ലാവരും ചെറുകിട കർഷകരാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. പിന്നെ നാണ്യവിളകളാണ് കൂടുതൽ, സീരിയൽ ക്രോപ്സ് കുറവാണ്. ഇപ്പോൾ റൈസ് എന്നുള്ളത് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് 6 മാസ കാലാവധിയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, സ്വയം പര്യാപ്തത എങ്ങനെ കൈവരിക്കാം എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക അല്ലെങ്കിൽ സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ആത്മീയതയിൽ മാത്രം ഊന്നു നിന്നുള്ള ഒരു വചനങ്ങളല്ല. ഇവ ഒരു മോചനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വശം കൂടി ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു വശം ഉൾക്കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ചെറുകിട കർഷകരെന്നാലും ചെറിയ നാമമാത്ര കർഷകരുണ്ട്, അല്ലെങ്കിൽ ചെറിയ കൈത്തൊഴിൽ കഴിയുന്ന ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ സംഘടിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു ഫിലോസഫി ഉൾക്കൊണ്ടിട്ടാണ് നബാർഡ് 90കളിൽ സ്വയം സഹായ സംഘങ്ങൾ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആ ഒരു കൺസെപ്റ്റ് 90കളിൽ നമ്മൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് പിന്നെ നാഷണൽ ലെവലിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനായിട്ടും കേരളത്തിൽ അത് കുടുംബശ്രീയുമായിട്ട് പരിണമിച്ചു. നിങ്ങൾക്കറിയാം, കുടുംബശ്രീ കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ആ സ്വയം സഹായക സംഘങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം കൂടുതലും സ്ത്രീജനങ്ങളാണ് അതിലുള്ളത്. പക്ഷേ അവർ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു 10 വർഷമോ 15 വർഷമോ ആയിട്ടുണ്ടാവും ഈ കുടുംബശ്രീ ഇത്രയും വലിയ രീതിയിൽ കൊണ്ടുവന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി, ഏകദേശം 100 കോടിയിലധികം കേരള ചിക്കൻ എന്ന രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ടേൺ ഓവർ. പക്ഷേ ഇനിയൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ സംഘങ്ങൾ, ഈ കുടുംബശ്രീ സംഘങ്ങൾ
പ്രൊഡക്റ്റീവ് ഗ്രൂപ്പായിട്ട്, പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പായിട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് ലോൺ എടുത്തിട്ട് ഒരു 2 ലക്ഷം എടുത്തു ഗ്രൂപ്പ്, അത് 4 ലക്ഷമായി 5 ലക്ഷമായി, അതിൽ കൂടുതൽ ഇനി അത് സർവീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ തന്നെ ഇപ്പോൾ 10% ആണെങ്കിൽ തന്നെ അത് വർഷത്തോറും കൊടുക്കണമെങ്കിൽ അതിനുള്ള ഇൻകം ഉണ്ടാവണം, അതിനുള്ള നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഒരു കടക്കണിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്നുള്ളത്. ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ചേർന്നിട്ട് അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു ചെറുകിട എന്തെങ്കിലും ആക്ടിവിറ്റി നടത്തുകയോ അല്ലെങ്കിൽ ചെറുകിട കൃഷി നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റിയുമായിട്ട് മുന്നോട്ട് പോയി. ഇതുകൂടാതെയാണ് ഇപ്പോൾ സംഘടനയുടെ കാര്യം പറയുമ്പോൾ, സംഘടന കൊണ്ട് ശക്തിപ്പെട്ടതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇതും ഏകദേശം 2000-ൻ്റെ തുടക്കത്തിൽ നബാർഡ് കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് 10,000 പുതിയ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന സ്കീമിലേക്ക് കൊണ്ടുവരികയും അത് മാത്രമല്ല ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അതിന് കമ്പനീസായിട്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ടോ രജിസ്റ്റർ ചെയ്യുമ്പോൾ തുടക്കത്തിൽ അവർക്ക് ലോൺ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ട് ഈ ലോൺ ആവശ്യമാണ്? ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മൂലധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു 10% ആയിരിക്കും അതിൻ്റെ മൂലധനം, ബാക്കി 90%-ൻ്റെയും അത് ബാങ്ക് ലോണായിട്ട് എടുക്കുകയും അത് പ്രൊഡക്റ്റീവ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. പക്ഷേ ബാങ്കുകൾ ലോൺ കൊടുക്കേണ്ടി പുതിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു കമ്പനി ആകുമ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കാൻ മടിക്കും. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്നൊരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ലോണുകൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് എടുക്കുന്ന ലോണുകൾക്ക് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നിൽക്കുകയും വേറെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു ലോൺ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയും അതിപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ലഭ്യമാക്കുന്നത് നബാർഡിൻ്റെ തന്നെ സബ്സിഡറിയായ നാബ് സംരക്ഷൺ വഴിയാണ്. അപ്പോൾ ഇതിൽ 1 കോടി രൂപ വരെയുള്ള വായ്പ കിട്ടും. ഇത് കൂടാതെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൃഷിയെപ്പറ്റി പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിങ്ങനെ കുറേ റോ മെറ്റീരിയൽസ് വന്നു, അതിൽ കുറച്ച് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രോസസ്സ് ചെയ്ത് സർപ്ലസസ് വിൽറ്റാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം കൂടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ MSME യൂണിറ്റ്സിൻ്റെ ആവശ്യമായിട്ട് വരും, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അവിടെയും ഒരു പുതിയ ഒരു MSME യൂണിറ്റ് വരികയാണെങ്കിൽ ലോൺ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ അത് CGTMSE സ്കീം എന്ന വഴി 75 to 90%, 75% മുതൽ 90% വരെ ഗ്യാരണ്ടി, കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന CGTMSE സ്കീം കൊണ്ടുവന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ സ്കീമുകൾ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ യൂസേജ് എങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കാരണം 10% താഴെ മാത്രമേ ഓർഗനൈസ് സെക്ടറിൽ ജോബ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഉള്ള ജനതയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ചെറിയ മൂലധനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മൂലധനം ഇല്ലാതെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർജിൻ മണി സ്കീംസ് കൊണ്ടുവന്നു. പിന്നെ ഇത് ബാങ്ക് ലോണുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊണ്ടുവന്നു. പിന്നെ ഇതുകൂടാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങൾ